വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. വിളിച്ചിരുന്നോ? വിളിച്ചത് ആരിഫ് ഹുസൈനാണ്. ഇതാരാണ്? ഞാൻ ഒരു കൊയ ആണെന്ന് പറയാം. കോയയാണ്. എന്താ പേര്? യെസ്, എന്റെ പേര് അമീൻ മെഹബൂബ് എന്നാണ്. അമീൻ മെഹബൂബ്. യെസ്, ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അൺമാസ്കിംഗ് അനോമലീസിന്റെ ഒരു ആരാധകനാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ പുള്ളി ഒരു സംവാദത്തിന് വിളിച്ചിരുന്നു നിങ്ങളെ. എന്താ അതിന്റെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ് ഞങ്ങളെ. സംവാദത്തിന് ആര് വിളിച്ചു? അൺമാസ്കിംഗ് അനോമലീസ് വിളിച്ചിട്ടുണ്ടല്ലോ. ഒരു കുറെ കാലമായിട്ട് നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ഉണ്ട്. സംവാദം അങ്ങനെ എങ്ങനെയാണ് ഇടയിൽ വെച്ച് ഇന്ററപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പരാതികളുണ്ട്. സംവാദത്തിന് അൺമാസ്കിംഗ് അനോമലീസിൽ ആരാ വിളിച്ചത്? അൺമാസ്കിംഗ് അനോമലീസിൽ അബ്ദുള്ള ബാസിലി, മുഹമ്മദ് അബ്ദുള്ള ബാസിലി, ഡോക്ടർ അബ്ദുള്ള ബാസിലിനോട് എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ അബ്ദുള്ള ബാസിലിനോട് നിങ്ങൾ ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് അടിമത്തം ഇസ്ലാമിലെ ആധുനികതയിലും എന്ന് പറയുന്ന വിഷയം ഇട്ടിട്ടുണ്ടല്ലോ. നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിൽ പറ്റാതെ അവർക്ക് തോന്നിയ വിഷയം കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഇല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. നിങ്ങളൊരു വിഷയം പറഞ്ഞ അതിന്റെ സംവാദത്തിന് വിളിക്കൂ. അവര് വരാൻ അവരൊരിക്കലും മടിക്കില്ല. എന്നാ പിന്നെ അതിൽ വരാൻ പറയും. ഇസ്ലാമിൽ അടിമത്തം ഹറാമാണ്, അതാണ് വിഷയം. അതിൽ വരാൻ പറയും. എന്താണ് നിങ്ങളുടെ വിഷയം? എന്താണ് അടിമത്തം ഇസ്ലാമിൽ ഹറാമാണോ? അതെ, ആധുനികതയിലും ഇസ്ലാമിലും. അതെ, ആധുനികത എന്ന് പറയുമ്പോ ആധുനിക കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇസ്ലാമിൽ തൊടാൻ എന്താ പേടി? എനിക്കതാ മനസ്സിലാവാത്ത. ഇസ്ലാമിൽ തൊടാൻ നമുക്കൊരു പേടിയില്ല. വരാൻ പറയും. നമ്മള് ഇസ്ലാമിൽ അടിമത്തം ഹറാമാണെന്ന വിഷയത്തിൽ അണ്ടിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ബാസിനോട് വരാൻ പറയാം. അത് താങ്കൾക്ക് സൗകര്യം ഉണ്ടോ ചോദിക്കാൻ? പിന്നെ അവർ വിളിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലൂ. നിങ്ങളൊരു ആശയപരമായിട്ടുള്ള മാന്യമായിട്ടുള്ള സമീപനത്തിന് നിങ്ങൾ ചെല്ലൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ആ വിഷയത്തിൽ ഒരു പൊതു സംവാദത്തിന് തയ്യാറാവാൻ പറയാം. 5-ാം തീയതി അവിടെ ഡേറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. 1-ാം തീയതി പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഡിസംബർ 1-ം തീയതി വൈകുന്നേരം അവരുടെ സ്റ്റുഡിയോയിലേക്ക് ധൈര്യപൂർവ്വം കയറി ചെന്നോളൂ. നിങ്ങൾക്ക് മാന്യമായിട്ട് ആശയപരമായി നിങ്ങൾ സംവദിച്ചോളൂ. നിങ്ങളോട് പറയുന്നത്. ഡിസംബർ 1-ാം തീയതി എനിക്ക് ഒഴിവുണ്ടോ എന്ന് ബാസിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓൺലൈൻ സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഓൺലൈൻ സംവാദത്തിന് ഞാൻ തയ്യാറല്ല. എനിക്ക് പൊതുവേദിയിലേ പറ്റുള്ളൂ. ഓൺലൈൻ സംവാദത്തിന് ശുക്ലൂർ വാരിക്കോടൻ വന്നിട്ട് അവിടെ എന്താ കാണിച്ചിട്ട് പോയെന്ന് നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങളൊരു ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം പറയും. ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ? അതിന്റെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ പറയൂ. ബുക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് അറിയാതെ ഇസ്ലാമിൽ അടിമത്തം ഹറാമാണോ ഹലാലാണോ? നിങ്ങളൊന്ന് പറഞ്ഞു. ഇസ്ലാമിൽ അടിമത്തം എന്ന് പറഞ്ഞാൽ അടിമത്തത്തിന് ഒരുപാട് ഇതുണ്ടല്ലോ. ആയിക്കോട്ടെ. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? യുദ്ധബന്ധികളായിട്ടുള്ള അടിമകള്, പിന്നെ പറയുന്നത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവര്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. മാരിയത്തിൽ കിബിത്തിയ ഏത് യുദ്ധത്തിൽ അടിമയാണ്? ഒന്ന് പറഞ്ഞ. മനസ്സിലായില്ല. മാരിയത്തിൽ കിബിത്തിയ ഏത് യുദ്ധത്തിൽ പിടിച്ച അടിമയാണ്? എനിക്കറിയില്ല. അതറിയാതെയാണോ നിങ്ങൾ ഈ പരിപാടിക്ക് നടക്കുന്നത്? എന്നിട്ടാണ് നിങ്ങൾ ഉണ്ണാക്കൻസ് അസോസിയേഷന്റെ ഫാനായത്? ചേട്ടാ, നമ്മൾ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നതിനേക്കാൾ ഒറ്റ തവണ മണ്ടത്തരം പറഞ്ഞ ഇന്ററപ്റ്റ് ചെയ്യും. അതിലൊരു ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അവർ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും മാരിയത്തിൽ കിബിത്തിയ ഏത് യുദ്ധത്തിൽ പിടിച്ചാന്ന് ചോദിച്ചിട്ട് എന്നോട് വിളിച്ചു പറ. മാരിയത്തിൽ കിബിത്തിയനെ ഏത് യുദ്ധത്തിൽ പിടിച്ചതാണെന്ന് എന്നോട് ചോദിച്ചിട്ട് പറയും. അപ്പൊ നിങ്ങളിപ്പോ ഈ ഇടയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങളോട് വളരെ നിങ്ങൾക്കിതൊന്നും അറിയില്ല. നിങ്ങളോട് വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾ കേൾക്കൂ. ശുക്ലൂർ വാരിക്കോടനടക്കം ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണോ ഹറാമാണോ? അതിന് ഉത്തരം പറയാതെ മുങ്ങി നടന്നിട്ട് നിങ്ങൾക്ക് തോന്നണ മാതിരി കിടന്ന് ഉരുണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വിഷയം എടുത്തുകൊണ്ട് വന്നാൽ നടക്കില്ല. ഇനി എന്നാലും പോട്ടെ, ശരിയെന്ന് നമ്മൾ പറഞ്ഞു. പൊതുവേദിയിൽ വരാൻ പറയുമ്പോ എന്താണ് ബാസിൽ മുങ്ങി നടക്കണം? എന്തിനാ? ബാസിലിനോട് വരാൻ പറയേ. ബാസിലിനോട് പൊതുവേദിയിലേക്ക് ആണാണെങ്കിൽ വരാൻ പറയും. ഓക്കെ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിന്റെ താഴെ വരുന്ന കമന്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar, La